സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രദേശമാണിത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും. അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത്. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച് ചതി കാണിച്ചയാളുടെ മണ്ണുകൂടിയാണിത്. നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് എന്ന് പിണറായി പറഞ്ഞത് വെറുതെ ആയില്ല. വാര്യംകുന്നനും പി വി അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ എന്ത് ബന്ധം എന്നൊന്നും ആരും ചോദിക്കരുത്. അല്ലെങ്കിലും ഇവയൊക്കെ ബന്ധിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് പ്രയാസം? ആരെയും ബന്ധിപ്പിക്കും, ആരെയും ചതിക്കും, കുത്തി മലർത്തും. മലർന്നത് ആരായാലും അത് അവതരിപ്പിക്കാൻ കള്ളക്കഥകളും നിർലജം പ്രചരിപ്പിക്കും. അതിനാണോ അവർക്ക് പ്രയാസം? മരുമോൻ കൂടെയുള്ളപ്പോൾ കള്ളം നിരത്താൻ പിണറായിക്ക് എന്താണ് പ്രയാസം? പണ്ടത്തെ ഒരു കള്ളക്കഥയുണ്ടല്ലോ, അന്ന് മരുമോൻ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 1971 UK കുഞ്ഞിരാമനെ RSSR കുത്തി മലർത്തി എന്നുള്ളതാണ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. മെരുവമ്പായി പള്ളിക്ക് കാവലിരുന്ന CPM നേതാവ് കുഞ്ഞിരാമനെ കുത്തിക്കൊന്ന RSSകാർ പിന്നെയും പള്ളി പൊളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത ജീപ്പിൽ ചെങ്കൊടി കൊട്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ അരുത് എന്ന് ആഹ്വാനം ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരനാണ് പിണറായി വിജയനെന്നും ഇപ്പോഴും പറയപ്പെടുന്നുണ്ട്. അമ്പട ഞാനേ എന്ന മട്ടിൽ പിണറായിയും ഇരിക്കുകയാണ്. ഈ കള്ളക്കഥ പൊളിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ രംഗത്തുണ്ട്. അവർ പറയുന്നത് 33 പള്ളികൾക്ക് നേരെയാണ് അന്ന് ആക്രമണം നടന്നത്. അതിൽ 15 പള്ളി നിന്നിടത്ത് ഒരു RSSകാരൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം വിജയന്റെ സഹോദരൻ പിണറായി കുമാരൻ പാറപ്പുറം പള്ളി തകർത്തതിൽ പ്രതിയാണ്. ഇത് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടും ശരിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIയും ശരിവെച്ച സത്യ കഥകളാണിതൊക്കെ. കമ്മീഷന് മുന്നിൽ അവർ നിരത്തിയ തെളിവുകളെല്ലാം അതാണ് ശരിവെക്കുന്നത്. UK കുഞ്ഞിരാമൻ പള്ളിക്കടത്ത് നിന്നല്ല, മെരുവമ്പായി കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിലാണ് കുത്തേറ്റ് മരിച്ചത്. കുത്തിയാൾ RSSകാരനല്ല, PSPക്കാരനായിരുന്നു. കേസിൽ സഹായിക്കാൻ ഹിന്ദു സഹായ സമിതി ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണ്. കേസ് കഴിഞ്ഞ് PSPക്കാരനായ ബാലകൃഷ്ണൻ കോൺഗ്രസുമായി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയതിൽ പ്രമുഖനായ ഖിലാഫത്ത് നേതാവായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഹിന്ദുക്കളുടെ രാജാവും മുഹമ്മദീയരുടെ അമീറും ഖിലാഫത്ത് സേനയുടെ കേണലുമായിട്ടായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ചമഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാളെ എന്തിനാണ് പിണറായി വാഴ്ത്തിയെന്നുള്ളതല്ല നിലമ്പൂരിലെ ചോദ്യം. ഇപ്പോഴതിന് ഉത്തരവുമായി. വാര്യംകുന്നത്തിൻ്റെ അവതാരമായി കാണാൻ കഴിയുന്ന മദനിയെ പുകഴ്ത്താൻ വരി നിൽക്കുകയല്ലേ നേതാക്കൾ? PDP സഖ്യകക്ഷിയുമാക്കി, ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിലുമായി. പോരടെ പൂരം. വർഗീയ ഭീകരരെ പങ്കിട്ടെടുത്ത് ഇരു മുന്നണികളും നിൽക്കുകയാണ്. കുറുതായി മെലിഞ്ഞ് കറുത്ത് കവിളുട്ടി താടിയിൽ കുറേശ്ശെ രോമം വളർത്തി തടിച്ച വെള്ള ഷർട്ടും വെള്ളക്കോട്ടും ധരിച്ച് ചുവന്ന രോമത്തോപ്പിയും അണിഞ്ഞ് അതിനു ചുറ്റും വെള്ള ഉറുമാൽ കെട്ടി കാലിൽ ചെരുപ്പും കയ്യിൽ വാളുമായി നിൽക്കുന്ന ധീര നേതാവിനെ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ഹൃദയം പടപട ഇടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാന്തശക്തി ഉണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തിയ സോവിയറ്റ് യൂണിയൻ ആദരവോടെ നോക്കിക്കണ്ട ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയുടെ മൂത്തപുത്രൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു അത്. വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെപ്പറ്റിയും മലബാർ കലാപത്തെപ്പറ്റിയും ചൈനീസ് വിപ്ലവകാരി മാവോ സെത്തും സോവിയറ്റ് യൂണിയൻ വിപ്ലവ നേതാവ് വ്ളാഡിമിർ ലെനിൻ എന്നിവർ കുറിപ്പുകൾ തയ്യാറാക്കി എന്നത് തന്നെ മലബാറിലെ കുഗ്രാമങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട ഹാജി നേടിയ പ്രസിദ്ധിയാണ് വരച്ചു കാട്ടുന്നത്. മലബാർ പോലീസ് സൂപ്രണ്ട് ഹിച്ച്കോക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മലബാറിലെ ഒരു വിപ്ലവകാരിയെ പിടിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം ചെലവഴിച്ച പണവും സമയവും കണക്കിലെടുത്താൽ മാത്രം മതി ഈ ലഹളക്കാരൻ എത്രത്തോളം അപകടകാരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരുതിനെ ഒതുക്കാൻ എന്തിനാണ് ബ്രിട്ടീഷ് സർക്കാർ പണവും അധ്വാനവും ചെലവാക്കി എന്നുള്ളതല്ലേ? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ തുറവൂർ കിണറ്റിൽ തലയേറ്റ് വീണ ഉടലുകൾ എണ്ണണം. നിലമ്പൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസിനും CPMനും അൻവറിനും മറുപടി നൽകാൻ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമായിരുന്നു. അതിന് പറ്റിയ അവസരമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്.